4000 hours വാച്ച് ടൈം 1000 സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ 10 മില്യൺ വ്യൂസ് പ്ലസ് 1000 സബ്സ്ക്രൈബേഴ്സ്. ഇത്രയും കാര്യങ്ങൾ ചാനലിൽ കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് ചാനൽ മോണിറ്റൈസ് ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു. എന്നാൽ യൂട്യൂബ് ഇവിടെ തന്ന പണി വല്ലാത്തൊരു പണിയായി പോയി. കാരണം ഇത് നേരെ ഡബിൾ ആക്കി കിടന്നു. 4000 മണിക്കൂറിന്റെ വാച്ച് ടൈം എന്നുള്ളത് 8000 മണിക്കൂറാക്കി, 10 മില്യൺ വ്യൂസ് എന്നുള്ളത് 20 മില്യൺ വ്യൂസ് ആക്കി മാറ്റി. ഇതിൽ സബ്സ്ക്രൈബർ കൗണ്ട് സെയിം തന്നെയാണ്, 1000 സബ്സ്ക്രൈബേഴ്സ് രണ്ട് കേസിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ മതി. പക്ഷേ ഈ വാച്ച് ടൈം കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് ആണ്. ഇപ്പോൾ ഈ 4000 hours വേണ്ടി ട്രൈ ചെയ്യുന്നവർക്ക് തന്നെ അറിയാം എത്ര വർഷമായിട്ട് പാടുപെട്ട് അല്ലെങ്കിൽ എത്ര മാസങ്ങളോളം കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു 4000 hours എത്തുന്നതെന്ന്. എന്നാൽ ഇവിടെ ജെനുവിൻ ആയിട്ട് ഓർഗാനിക് വ്യൂ കൊണ്ടുവന്നുകൊണ്ട് 4000 hours 1000 സബ്സ്ക്രൈബേഴ്സും കംപ്ലീറ്റ് ചെയ്യാൻ പാടുപെടുന്നവർക്കാണ് ഈ ഒരു പ്രശ്നമുള്ളത്. അല്ലാതെ ഉടായ്പ പരിപാടികൾ കാണിച്ചിട്ട് ചാനൽ മോണിറ്റൈസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ആ രീതിയിൽ ഉള്ളവർക്ക് ഈ ഒരു സ്ട്രഗിൾ ഒന്നും ഫേസ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ അത് അത്ര ശാശ്വതമായിട്ടുള്ള പരിപാടി അല്ലാത്തതുകൊണ്ട് ഞാനത് ചെയ്യാനായിട്ട് നിങ്ങളോട് ആരോടും പറയത്തില്ല. പക്ഷേ നിങ്ങൾക്ക് ഓർഗാനിക്കായിട്ട് തന്നെ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ചെയ്തെങ്കിൽ മുമ്പോട്ടുള്ള സമയത്ത് നിങ്ങൾക്ക് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ചാനലൊന്ന് ഗ്രോ ചെയ്ത് കാണാനോ ഒക്കെ നിങ്ങൾക്ക് സാധിക്കത്തുള്ളൂ. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് മാക്സിമം ഇനി ഒരു 6 മാസം ടൈം ഉണ്ട് ഈ 4000 hours 1000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ആ ഒരു ക്രൈറ്റീരിയ നമുക്ക്, അതേപോലെ 1 മില്യൺ വ്യൂസും 1000 സബ്സ്ക്രൈബേഴ്സിന്റെ ആ ഒരു ക്രൈറ്റീരിയ ഇനി ഒരു 6 മന്തോടെ നമുക്ക് കിട്ടും. അതായത് 2027 ഫെബ്രുവരി 1 മുതലാണ് ഈ 8000 hours 2 മില്യൺ വ്യൂസ് എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയ വരുന്നത്. അപ്പോൾ അതിന് മുമ്പ് നിങ്ങളുടെ ചാനൽ നിങ്ങൾ മോണിറ്റൈസ് ചെയ്യുക എന്ന് പറയുന്നത് പറയാൻ ഭയങ്കര ഈസിയാണ്. പക്ഷെങ്കിൽ അതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് അതൊന്ന് മോണിറ്റൈസ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടുള്ള കാര്യമാണ്. എനിക്ക് പേഴ്സണലി അറിയാവുന്ന കാര്യമാണ്. ഞാൻ ജെനുവിനായിട്ട് ഓർഗാനിക് ആയിട്ടുള്ള വ്യൂ ഉണ്ടെന്നുകൊണ്ടാണ് എൻ്റെ എല്ലാ ചാനലുകളും മോണിറ്റൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നല്ല പാടുള്ള പരിപാടിയാണ്. നിങ്ങൾ മാക്സിമം നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള എഫോർട്ട് ഇട്ടുകൊണ്ട് തന്നെ നിങ്ങൾ യൂട്യൂബിൽ വർക്ക് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ടൈം 6 മന്തിനുള്ളിൽ ഈ 4000 hours 1000 സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുവരെ നമുക്ക് ഈ 4000 hours 1000 സബ്സ്ക്രൈബേഴ്സും അല്ലെങ്കിൽ 10 മില്യൺ വ്യൂസും 1000 സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നതായിരുന്നു ഏറ്റവും വലിയൊരു പാടുള്ളൊരു കാര്യം. കാരണം നമുക്ക് അതിൽ എത്തിപ്പിടിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഇനി അതിൻ്റെ ഡബിൾ ആയിട്ട് കാര്യങ്ങൾ മാറാൻ പോവുകയാണ്. അപ്പം നമുക്ക് ഈ 4000 എന്ന് പറയുന്നത് വലിയ ഒരു പാടായിട്ടുള്ള കാര്യമായിട്ട് തോന്നത്തില്ല. അത് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിങ്ങൾ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്തോളുക. നല്ല നല്ല കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്ത് വൈറലാകാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ വാച്ച് ടൈം കിട്ടാൻ സാധ്യതയുള്ള ടൈപ്പ് കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുക. അതായത് 2027 ഫെബ്രുവരി 1 മുമ്പ് നിങ്ങൾക്ക് ചെയ്ത് തീർക്കാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മോണിറ്റൈസ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം ചെയ്യുന്നതിൻ്റെ 10 ഇരട്ടി നിങ്ങൾ കഷ്ടപ്പെടേണ്ടതായിട്ട് വരും ഒരു 6 മാസം കഴിഞ്ഞ് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് നിങ്ങളൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് മോണിറ്റൈസ് ആകാത്തൊരു ചാനലാണെന്നുണ്ടെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്തോളുക. ഇനി നിങ്ങൾക്ക് ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആകാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തോളുക, നാളത്തേക്ക് മാറ്റി വെക്കല്. കാരണം ഓരോ ദിവസം കഴിയുമ്പോൾ യൂട്യൂബ് അവരുടെ പോളിസീസ് അവരുടെ ക്രൈറ്റീരിയകളെ എല്ലാം തന്നെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര സ്ട്രിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് തന്നെ പറയാം. കാരണം ഇത് യൂട്യൂബിലൊക്കെ ഇനി നമ്മൾ പിടിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ വലിയ പാടാണ്. ആ രീതിയിലാണ് യൂട്യൂബ് അവരുടെ പോളിസീസിലും അവരുടെ ക്രൈറ്റീരിയകളും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം മാക്സിമം ഇപ്പം തന്നെ നിങ്ങൾ ഈ ഒരു പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് മുമ്പോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. നാളത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യത്തിലും നമുക്ക് ടൈം കിട്ടത്തില്ല. ഇന്ന് തന്നെ ചെയ്യുക. കാരണം എന്താണെന്ന് അറിയോ, ഞാനൊക്കെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഈ മോണിറ്റൈസേഷനൊന്നും ക്രൈറ്റീരിയ ഒന്നും ഇല്ല. നേരെ ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നു, ഗൂഗിൾ ആഡ്സെൻസ് അക്കൗണ്ട് ഉണ്ടാക്കുന്നു, അതുമായിട്ട് കണക്ട് ചെയ്യുന്നു, മോണിറ്റൈസ് ചെയ്യുന്നു. ഇതായിരുന്നു പരിപാടി. അപ്പം അങ്ങനെ ആദ്യ ടൈമിൽ ഒരു ക്രൈറ്റീരിയ ഇല്ലായിരുന്നു. പിന്നീട് എന്തോ ഒരു ക്രൈറ്റീരിയ വന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ 1000 സബ്സ്ക്രൈബേഴ്സും 4000 hours വാച്ച് ടൈമും വന്നത്. ഇപ്പോൾ അത് നേരെ 1000 സബ്സ്ക്രൈബേഴ്സും 8000 hours വാച്ച് ടൈമുമായി. ഇനി കുറച്ചുകൂടെ കഴിയുന്നുണ്ട് നമ്മളൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ കോഴ്സ് പഠിച്ച് പാസ് ആയതിന്റെ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്തെങ്കിൽ മിക്കവാറും കണ്ടന്റ് ക്രിയേറ്റർ ആകാനായിട്ട് സാധിക്കത്തുള്ളൂ. അങ്ങനെ ഒരു സമയം എനിക്ക് തോന്നുന്നു അധികം ദൂരമല്ല. മിക്കവാറും അങ്ങനെയുള്ള അവസ്ഥകളിലൂടെയൊക്കെ ഇനിയും ഫ്യൂച്ചറിൽ കണ്ടന്റ് ക്രിയേറ്റർ ആകാൻ പോകുന്നവർ കടന്നു പോകേണ്ടതായിട്ട് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. നിങ്ങൾ ഒരു 4000 hours 1000 സബ്സ്ക്രൈബേഴ്സും ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പെടാപ്പാട് വിടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ കാര്യം വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ മറക്കാതെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. യൂട്യൂബിൽ ഈ 4000 hours 1000 സബ്സ്ക്രൈബേഴ്സും കംപ്ലീറ്റ് ചെയ്യാൻ ഏതൊക്കെ രീതിയിൽ ചെയ്യാൻ പറ്റും, എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോകൾ തുടർന്നുള്ള ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യാം. എനിക്കറിയാവുന്ന ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഒപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കുക. പിന്നെ ടെലഗ്രാം ചാനൽസ് ഉണ്ട്, ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. അതിന്റെ രണ്ടും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് ഫോളോ ചെയ്തേക്കുക. അതിൻ്റെ അതിൽ കൂടെയും ഞാൻ മാക്സിമം നിങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കണ്ടന്റുകൾ ഞാൻ അവിടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ കിട്ടും. ഓരോ ദിവസവും ഞാൻ പുതിയ കണ്ടന്റുകൾ പുതിയ ട്രിക്കുകളൊക്കെ അവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം മറക്കാതെ ടെലഗ്രാമിൽ പോയിട്ട് ഒന്ന് ഫോളോ ചെയ്തുകൊണ്ട് വെച്ചേക്കുക. ഒരു ചാനലും ഉണ്ട്, ഒരു ഗ്രൂപ്പും ഉണ്ട്. രണ്ടും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. മാക്സിമം ഈ വീഡിയോ നിങ്ങളുടെ യൂട്യൂബ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.